ചാലിച്ച് കഴിക്കണം. നമ്മുടെ വീട്ടിൽ കാരണവന്മാരോ അല്ലെങ്കിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഇതൊരു ശീലമായിട്ടോ ഇതൊരു വിശ്വാസമായിട്ടോ ഒക്കെ തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ പുറകിലൊരു ഡീപ്പായിട്ടുള്ളൊരു സയൻസ് ഉണ്ട്. നമ്മുടെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായി പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ പല ഔഷധങ്ങളും നെയ്യിൽ ചാലിച്ച് കഴിക്കുന്നത്, അതിന്റെ ലോജിക്ക് എന്താണ്, അതിന്റെ മോഡേൺ സയൻസ് എന്താണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദത്തിൽ നമ്മുടെ മെമ്മറി, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഒരു മെന്റൽ ക്ലാരിറ്റി ഒക്കെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ചില കൂട്ടുകളുണ്ട്. അതിൽ വയമ്പ്, തിപ്പലി, മഞ്ഞൾ, മരമഞ്ഞൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ പറയാറുണ്ട് അതിനകത്ത്. ഇന്ന് മോഡേൺ സയൻസ് ഈ ഹെർബ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തിപ്പലിയിലുള്ള പൈപ്പറിൻ എന്ന ഘടകം ചില ഹോർമോണുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വേഗത്തിൽ വലിച്ചെടുക്കാൻ, അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളിനകത്തുള്ള കുർക്കുമിൻ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒന്നാണത്. ശരീരത്തിലെ കോശങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു അടിപൊളി ആന്റി ഓക്സിഡന്റ് ആണ് സാധനം. അപ്പം ഇത് നെർവസ് സിസ്റ്റത്തിന്റെ ആരോഗ്യത്തിന് ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഒരു യഥാർത്ഥത്തിലുള്ള ചോദ്യം വരുന്നത്. ഈ ഹെർബ്സ് ഒക്കെ വെറുതെ കഴിക്കാതെ നെയ്യിൽ ചാലിച്ച് കഴിക്കാൻ ആയുർവേദം പറയുന്നത് എന്തുകൊണ്ടാണ്? ശരിയല്ലേ? ഇവിടെയാണ് ആയുർവേദത്തിന്റെ ആ ഒരു ഒബ്സർവേഷൻ, ഡീപ്പ് ഒബ്സർവേഷൻ ശരിക്കും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബ്രെയിനിന്റെ വലിയൊരു ഭാഗം കൊഴുപ്പടങ്ങിയ ഫാറ്റ് ബേസ്ഡ് സ്ട്രക്ചറാണ്. മോഡേൺ സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ബ്രെയിനിന്റെ വലിയൊരു ഭാഗവും കൊഴുപ്പടങ്ങിയ, അതായത് ഫാറ്റ് ബേസ്ഡ് സ്ട്രക്ചറിൽ ഒന്നാണ്. മോഡേൺ സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫാറ്റ് മീഡിയത്തിൽ കൂടെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ ശരീരം നന്നായി അത് അബ്സോർബ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ ലാബുകളോ ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് ആയുർവേദം എന്തുകൊണ്ടാണ് നെയ്യ് ഉപയോഗിച്ചത്? ആയുർവേദത്തിൽ നെയ്യിനെ കുറിച്ച് പറയുന്നത് യോഗവാഹി എന്നാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഔഷധ ഗുണങ്ങളെ കേടുപാടുകൾ കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായ ഭാഗങ്ങളിലേക്ക് എത്തുന്ന ഒരു സൂപ്പർ ബസ്, ഡെലിവറി വെഹിക്കിൾ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാം, ആയുർവേദം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് പറഞ്ഞുണ്ടാക്കിയ കുറച്ച് റെമഡികളല്ല. ശരീരത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ കൃത്യമായിട്ടും അത് പഠിച്ച ഒരു നോളജ് സിസ്റ്റമാണ്. എനിക്ക് പേഴ്സണലി കൗതുകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറയാം. മോഡേൺ സയൻസ് ഇന്ന് വലിയ റിസർച്ചുകളിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികര് നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിലൂടെയും നിരീക്ഷണത്തിലൂടെയും കൃത്യമായി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തെ വെറുതെ ഒരു ഹോം റെമഡി ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. അതൊരു ഡീപ്പ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. പക്ഷെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഒരു സാധനം നാച്ചുറൽ ആണെന്ന് കരുതി അത് എല്ലാവർക്കും ഒരേപോലെ സേഫ് ആകണമെന്നില്ല. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പ്രകൃതി, പ്രായം, ദഹനശേഷി, രോഗാവസ്ഥ ഇതൊക്കെ നോക്കി വേണം മരുന്നുകൾ തീരുമാനിക്കാൻ. ഒരേ മരുന്ന് തന്നെ രണ്ടു പേർക്ക് രണ്ട് തരത്തിലായിരിക്കാം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ കാണുന്ന വീഡിയോകളോ മാത്രം നോക്കി സ്വയം മരുന്നുകൾ വാങ്ങി മിക്സ് ചെയ്ത് കഴിക്കാതിരിക്കുക, അത് ദയവായി ഒഴിവാക്കുക. ആയുർവേദം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ കാര്യമുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും മരുന്നാക്കാം. ആ മരുന്നിനെ കൃത്യമായി ശരീരത്തിൽ എത്തിക്കാൻ ഒരു ഇന്റലിജന്റ് ഡെലിവറി സിസ്റ്റം ഉണ്ടാവണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. കാരണം ആയുർവേദത്തെക്കുറിച്ച് ഇന്നും ഒരുപാട് ആളുകൾക്കിടയിൽ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഇതുപോലെയുള്ള ഡെയിലി ഹെൽത്ത് അവയർനെസ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഹെൽത്ത് ഡൗട്ടുകൾ ചോദിക്കാനായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓർക്കുക, ആയുർവേദം എന്ന് പറയുന്നത് വെറുതെ ഒരു ട്രഡീഷൻ അല്ല, അതൊരു ഡീപ്പ് സയൻസ് തന്നെയാണ്.